നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചൂടായ കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നേരത്തെ തന്നെ അവിച്ച് തൊലി കളഞ്ഞ് വെച്ചിരുന്ന മുട്ട 5 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 കൊത്ത് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതി ആയതിനു ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ കാസ്റ്റേൻ്റെ കടായി ആയതുകൊണ്ട് ഒരുമിച്ച് എണ്ണ ചേർത്ത് കൊടുക്കണ്ട. പലഹാരത്തിനും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട ഫ്രൈ ആണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ മുട്ട അവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കടായി ചൂടായി എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ഇറച്ചിക്കിടുന്ന മസാല കൂടെ 2 പിഞ്ച് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമാണ്. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.